കേവലം മുസ്ലിം നാമധാരികളായതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഊരിപ്പിടിച്ച വാളുമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഉമർ എന്നായിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഉമർ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ഓരോ ഘട്ടത്തിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ച് കൂടെ നിന്ന് ചതിക്കാനും കാപഢ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് മുനാഫിഖിൻ്റെ ലക്ഷണങ്ങളോടുകൂടി കടന്നുപോയ മുനാഫിഖുകളുടെ നേതാവിൻ്റെ പേര് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്നായിരുന്നു. പേര് അബ്ദുള്ള എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് പേര് കൊണ്ടൊരാൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല. മറിച്ച് ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട്, വിമലീകരിച്ചുകൊണ്ട് കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കഴിവുകളും എന്തൊക്കെ മേന്മകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ശരി, ആകാശങ്ങളിലൂടെ പാറിപ്പറക്കാനും സമുദ്രത്തിൻ്റെ ആഴക്കടലുകളിലൂടെ നീന്തിക്കളിക്കാനും കഴിയുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ തീന്മേശയിൽ കിടന്നുറങ്ങുന്ന ഈ ലോകത്ത് എൻ്റെ താടിയിലെ രോമം നരക്കുമ്പോൾ ആ രോമത്തോട് നരക്കരുതെന്ന് പറയാൻ ഒരധികാരവുമില്ലാത്തവരാണ് നമ്മൾ. സ്വന്തം ശരീരത്തിലെ ഒരു രോമത്തോട് നരക്കരുതെന്ന് പറയാൻ ഒരധികാരവുമില്ലാത്ത നിസ്സഹായത. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിന് മുന്നിൽ നിങ്ങളെല്ലാം ഫഖീറന്മാരാണ് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. 4-5 വർഷക്കാലം ലോകം നമ്മളെ അത് ബോധ്യപ്പെടുത്തി. കടപ്പുറത്തിൻ്റെ തെരുവീഥികളിൽ ആഞ്ഞുവീശിയ ഓക്കി കൊടുങ്കാറ്റ് മുതൽ നിസ്സഹായരായ മനുഷ്യന്റെ വ്യത്യസ്ത ഭാവങ്ങൾ. മനുഷ്യർ പൂച്ചയെ പേടിച്ച്, എലിയെ പേടിച്ച്, വവ്വാലിനെ പേടിച്ച് ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടങ്ങളിലൂടെ കടന്നുപോയില്ലേ പ്രിയപ്പെട്ടവരെ? കോഴിക്കോട് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ സ്വന്തം വാപ്പയുടെ മയ്യത്ത് 100 മീറ്റർ അപ്പുറത്ത് വെച്ച് 3 ആളുകൾ മയ്യത്ത് നമസ്കരിച്ച ഘട്ടങ്ങൾ നിപ്പയുടെ കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അത് കഴിഞ്ഞപ്പോഴേക്ക് പ്രളയമുണ്ടായി. പോത്തുകല്ലിലെ ഒരു ഉമ്മയെ കാണാൻ ചെന്ന സമയത്ത് ആ ഉമ്മ പറയുന്നത്, എൻ്റെ മകൻ മരണപ്പെട്ടതല്ല എൻ്റെ പ്രശ്നം, എൻ്റെ കൺമുമ്പിൽ വെച്ച് അവൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വീഴുമ്പോൾ ആ മകൻ്റെ മയ്യത്ത് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. 10-ലേറെ മയ്യത്തുകൾ ഇന്നും ഈ സമയം വരെ പോത്തുകല്ലിൽ ലഭ്യമായിട്ടില്ല എന്ന് പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ വായിച്ചവരല്ലേ നമ്മൾ. അത് കഴിയുമ്പോഴേക്ക് കൊറോണ വരുന്നു. ലോകത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തി. ആ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ മാസ്ക് ധരിക്കുന്നവരും സാനിറ്റൈസർ പുരട്ടുന്നവരുമാണ് നമ്മൾ. ഒരു മാസ്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, ഒരു സാനിറ്റൈസറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രോഗാണോ ലോകത്ത് വറപ്പിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്ത് കഴിവാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിന് മുന്നിൽ നമ്മളൊക്കെ നിസ്സഹായരാണ് എന്ന് തിരിച്ചറിയണം. ഒരു ദിവസം നിർബന്ധമായ നമസ്കാരത്തിലൂടെ 94 തവണ നമ്മൾ ആവർത്തിച്ചു പറയും അല്ലാഹു അക്ബർ. 94 തവണ. പ്രബലമായ സുന്നത്ത് നമസ്കാരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ 370ഓളം തവണ നമ്മൾ പറയും അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലുത്,
നിന്നെക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഈ ലോകത്തെനിക്കേറ്റവും പ്രിയപ്പെട്ടത്, ഈ ലോകത്തെനിക്കേറ്റവും വേണ്ടപ്പെട്ടത്, എനിക്കൊഴിച്ചുകൂടാൻ കഴിയാത്ത വിധം ബന്ധമുള്ളത് നാഥ നിന്നോടാണ്. ഇതൊരു വിശ്വാസിയുടെ പ്രതീക്ഷയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് നൽകുന്ന സമാശ്വാസമുണ്ട്. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആളിക്കത്തുന്ന അഗ്നിനാളമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുണ്ടായ പ്രതീക്ഷ അല്ലാഹു എന്നെ കൈവിടില്ല എന്ന ബോധമായിരുന്നു. നമ്മുടെ വിഷയം അതാണല്ലോ പ്രിയപ്പെട്ടവരെ. കരുണ ചെയ്യുന്ന റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നമുക്ക് പ്രതീക്ഷയായും സമാധാനമായും ശാന്തിയായും മാറ്റപ്പെടേണ്ടതുണ്ട്. ലോക ചരിത്രത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് യഹ്യ ഇബ്നു മുആദ് അർ-റാസി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു സൂക്തത്തിന്റെ ഒരു ഭാഗം അത് സൂചിപ്പിക്കുമ്പോൾ ഫിറൗനിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോടുള്ള നിർദ്ദേശം ഖൗലൽ ലയ്യിന, മാന്യമായ മൃദുലമായ വാക്കുകൾ ഫിറൗനിനോട് സംസാരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം അതാ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് കരയുന്നത്? അദ്ദേഹം പറയാ, ആരാണ് ഫറോവ? ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച, ഞാനാണ് ഇലാഹി എന്ന് പ്രഖ്യാപിച്ച, ഈ ഭൂമിയിലെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിന് കീഴിലാണെന്ന് വാദിച്ച, ഞാനാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച ഫറോവയോട് സംസാരിക്കുന്ന സമയത്ത് മാന്യമായി മൃദുലമായി സംസാരിക്കണമെന്ന് റബ്ബ് പറഞ്ഞെങ്കിൽ ആ റബ്ബിന് ഫറോവയോട് പോലും അങ്ങനെ ദയയും കാരുണ്യവും ഉണ്ടെങ്കിൽ നമ്മോട് പടച്ച റബ്ബിന് എത്രമാത്രം കാരുണ്യമുണ്ടാകുമെന്ന. ഫറോവയോട് പോലും അങ്ങനെ കാരുണ്യമുണ്ടെങ്കിൽ നമ്മുടെ റബ്ബിന് നമ്മളോട് എത്രമാത്രം കാരുണ്യമുണ്ടാകും എന്നാണ് ആ പണ്ഡിതൻ ആ സമയത്ത് ആലോചിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ വ്യത്യസ്ത റീൽസുകൾ കാണുമ്പോൾ നമ്മൾ കാണേണ്ട, നമ്മളറിയേണ്ട ഒരു സംഭവം, ലോകപ്രശസ്തനായ ഒരു ഡോക്ടർ ഹിഷാൻ അഹമ്മദ്, പാകിസ്ഥാനുകാരനായ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം യൂറോപ്പിൽ ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഫ്ലൈറ്റിൽ കയറി യാത്ര പുറപ്പെടുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വർഷത്തിലേറെ ഞാൻ പഠനം നടത്തി ഗവേഷണം നടത്തി തയ്യാറാക്കിയ പ്രബന്ധം അവതരിപ്പിക്കാനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ലോകപ്രശസ്തരായ ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ വെച്ച് യൂറോപ്പിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുകയാണ്. പ്രതീക്ഷിതമായി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അതിശക്തമായ കോടമഞ്ഞ് കാരണം വഴിക്കുവെച്ച് തൻ്റെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുന്നു. വിമാനം മറ്റൊരു എയർപോർട്ടിൽ ഇറക്കുകയാണ്. വല്ലാത്ത ഒരു സങ്കടം. ഒരു വർഷക്കാലമായി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. അദ്ദേഹം വിമാന കമ്പനിയോട് പറഞ്ഞ് ഒരു ടാക്സി ഒപ്പിച്ച് യാത്ര മുന്നോട്ട് പോകുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതാകുന്നു. പാകിസ്ഥാനിലെ കറാച്ചിക്ക് സമീപത്തുള്ള ഒരു സ്ഥലത്ത്, വിജനമായ ഒരു പ്രദേശം, ആരും സഹായിക്കാനില്ലാത്ത ആ ഒരു ഘട്ടത്തിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്നു. റേഞ്ച് ഇല്ലാത്ത ഒരവസ്ഥയിൽ വെറുതെ വിജനമായ ആ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ അദ്ദേഹം ഒരു കൂരയിൽ എത്തിച്ചേരുന്നു. ആ കൂരയിൽ നിന്ന് അല്ലാ അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വല്ലുമ്മയും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുമുണ്ട്. അദ്ദേഹം ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നു. വാതിലിൽ മുട്ടി, ആരും തുറക്കുന്നില്ല. ഒരല്പസമയം കഴിഞ്ഞ് ആ വല്ലുമ്മ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ
ഡോക്ടർ ഇഷാൻ അഹമ്മദ് ചോദിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം കുടിക്കുന്നതിനിടയിൽ ഡോക്ടർ ചോദിക്കുന്നു, ആ കരയുന്ന കുഞ്ഞാരാ? വല്യമ്മ പറയുന്നു, അതെന്റെ പേരക്കുട്ടിയാണ്. അവന്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിലെ മരണപ്പെട്ടതാ. അവൻ എന്തിനാ കരയുന്നത്? ചെറുപ്പം മുതലേ മാറാ രോഗത്തിനടിമയാണ് അവൻ. ആരായിരുന്നു പ്രാർത്ഥിച്ചത്? നിങ്ങളായിരുന്നോ? അതെ, ഞാനായിരുന്നു പ്രാർത്ഥിച്ചത്. എന്താ നിങ്ങളുടെ പ്രാർത്ഥന? അവര് പറയാ, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളില്ല, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല. അവസാനം ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഇവനുമായി ഞാൻ കടന്നു ചെന്നപ്പോ അവസാനമായി ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഈ ഒരു രോഗത്തിന് നിങ്ങൾക്ക് വല്ല ചികിത്സയും കിട്ടണമെങ്കിൽ തെക്കൻ പാകിസ്ഥാനിൽ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ആ ഡോക്ടറുടെ പേര് ഇഷാൻ അഹമ്മദ് എന്നാണത്രേ. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ആ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടറുടെ അടുത്തേക്ക് എന്റെ പേരക്കുട്ടിയെ എത്തിക്കണേ റബ്ബേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാ മുന്നിൽ? ഡോക്ടർ ഇഷാൻ അഹമ്മദ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ പറയുന്ന ഇഷാൻ അഹമ്മദ് ഞാനാ. എന്നിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, എന്റെ യൂറോപ്പിലേക്കുള്ള യാത്ര നഷ്ടപ്പെടാനും കാലാവസ്ഥ പ്രതികൂലമായി വിമാനം മറ്റൊരു എയർപോർട്ടിൽ ഇറങ്ങാനും ഞാൻ ഈ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരാനും കാരണം ആ ഉമ്മയുടെ ഈമാനിന്റെ കരുത്താണ് എന്ന്, ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ കരുത്താണ് എന്ന്. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള തെക്കൻ പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ, പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറെ കാണണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ പാസ്പോർട്ട് വേണം, വിസ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, ഫ്ലൈറ്റിൽ കയറണം, അങ്ങനെ എത്തണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ തൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അള്ളാഹു ഉത്തരം നൽകുമെന്ന ഒരു വിശ്വാസിയുടെ ഈമാനികമായ ആർജവം. ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. ജിദ്ദയിലെ പള്ളിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് 80 വയസ്സ് പ്രായമുള്ള ഒരു പാകിസ്ഥാനിയായ മനുഷ്യൻ, അദ്ദേഹം കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ കടന്നു വന്ന ഒരു അറബി വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രശ്നം എന്താ? അദ്ദേഹം പറയുന്നു, കടം വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട അവസാന ഡേറ്റ് നാളെയാണ്. നാളെ എനിക്ക് കടം തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ഉമ്മയും ഭാര്യയും പെൺമക്കളും അവർ അനാഥരായി മാറും, വീട് ജപ്തി ചെയ്യപ്പെടും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ റബ്ബിനോടൊരു പരിഹാരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അറബി കാറിൽ ചെന്ന് ബ്രീഫ് കേസ് തുറന്ന് അദ്ദേഹത്തിന് ആവശ്യമായ പണമെടുത്ത് കൊണ്ടുവന്ന് ആ സാധുവായ മനുഷ്യന്റെ കൈകളിൽ വെച്ചു കൊടുക്കുന്നു. ശേഷം തൻ്റെ പൈജാമയുടെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, ഈ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, ഇനിയും ആവശ്യം വന്നാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അങ്ങനെ ഒരു അറബി ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ എന്താ ചെയ്യുക? ആധാർ കാർഡ് സൂക്ഷിക്കുന്നതിനേക്കാളും വലിയ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കൂലേ? ആ പാകിസ്ഥാനിയായ 80 വയസ്സുകാരൻ പറഞ്ഞ മറുപടി, എനിക്കങ്ങനെയൊരു വിസിറ്റിംഗ് കാർഡിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു പ്രതിസന്ധി വന്നു, എനിക്കൊരു പ്രയാസം വന്ന സമയത്ത് ഞാൻ അതിന് പരിഹാരം ചോദിച്ചത് നിങ്ങളോടല്ല, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചപ്പോ എൻ്റെ റബ്ബ് നിങ്ങളിലൂടെ എനിക്കുത്തരം നൽകി. എന്ത്? എൻ്റെ റബ്ബ് നിങ്ങളിലൂടെ എനിക്കുത്തരം നൽകി. നാളെ എനിക്കൊരു പ്രതിസന്ധി വന്നാൽ നാളെയും ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കും, എൻ്റെ റബ്ബ് എനിക്കുത്തരം നൽകാതിരിക്കില്ല. ഇതാണ് വിശ്വാസത്തിൽ ജീവിക്കൽ. ആ ഒരു ആത്മീയമായ ബോധത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ തിരിച്ചുവിടാൻ. അതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം 13.5 കൊല്ലമെന്നും 18 കൊല്ലമെന്നും പറയുന്നു. ശരീരത്തിൽ വല്ലാത്ത രോഗം ബാധിച്ച് പ്രയാസം അനുഭവപ്പെട്ട്
വീട്ടുകാരും കുടുംബക്കാരും തന്നെ തനിച്ചാക്കി പോകുമ്പോഴും അന്നീ മസ്സനിയുള്ളൊരു വല്ലാത്തൊരു രോഗ. പക്ഷെ അൻത അർഹമുർ റഹീമീൻ, പടച്ചോനെ നീ കരുണ ചെയ്യുമെന്ന്, നീ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം എന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിയുമ്പോഴേക്ക് ചോദിക്കില്ലേ മക്കളായില്ലേ, ആർക്കാ പ്രശ്നം, ആണിനോ പെണ്ണിനോ പ്രശ്നമെന്ന് ചിന്തിച്ച് 10, 15, 20 കൊല്ലമാകുമ്പോഴേക്ക് അലോപ്പതി വിട്ട്, ഹോമിയോപ്പതി വിട്ട്, ആയുർവേദം വിട്ട് ഏതെങ്കിലുമൊക്കെ പച്ചമരുന്ന് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂർത്തീകരിക്കുമെങ്കിൽ അതും അനുഭവിച്ച് അവസാനം ആരെങ്കിലുമൊക്കെ പറയാം, ഇന്നൊരു ഉസ്താദുണ്ട്, ഏതെങ്കിലും ഒരു മൗലവിയുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാളുണ്ട്, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും, എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നിടത്തേക്ക് ഈ സമുദായത്തിലെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാലം. പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി, എൻ്റെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോകുക, എല്ലുകൾ നുരുമ്പിപ്പോകുന്നു, എനിക്കെഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമല്ല. വസ്തഅല റഅസു ശൈബ, തലമുടിയൊക്കെ നരച്ചു. വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യയെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് അവൾക്ക് വന്ധ്യതയാണെന്ന്. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമേറെയായി, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, തലമുടി നരച്ചു, എനിക്ക് എൻ്റെ ഭാര്യയിലൂടെ മക്കൾ ഉണ്ടാകില്ല, അവൾക്ക് വന്ധ്യതയാണെന്ന് പറയുന്നു. എന്നാലും റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഫഹബലി മിൻ ലദുൻക വലിയ, നീ എനിക്കൊരു കുഞ്ഞിനെ തരുമോ? അള്ളാഹു കൊടുത്തില്ലേ യഹിയ നബി അലൈഹിസ്സലാമിനെ? ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ റബ്ബിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ജീവിക്കുന്നത്. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റഹ്മത്തുള്ള, അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ 10-40 കൊല്ലം ജീവിച്ച് പനി വന്ന സമയത്ത്, തലവേദന വന്ന സമയത്ത് നെറ്റിയിലൊരു നനഞ്ഞ തുണി കെട്ടിവെച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു തുണിയൊക്കെ കെട്ടി നടക്കുന്നത്? വല്ലാത്ത തലവേദനയാണ്, പനിയാണ്. ഇബ്രാഹിമിന് അദ്ഹം റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 10-40 കൊല്ലം ജീവിച്ചിട്ട് ഈ ജീവിതത്തിനടക്ക് അള്ളാഹു നിങ്ങളെ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു രോഗമില്ല. ഇത്രയും കാലം ജീവിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും കാലത്തെ ജീവിതത്തിനടക്ക് പടച്ചറപ്പ് ഒരു പട്ടിണി തന്ന് നിങ്ങളെ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇബ്രാഹിമിന് അദ്ഹം റഹ്മത്തുള്ളാഹി ചോദിക്കുക, അതിനിടക്കൊരു തലവേദന വന്നപ്പോ ആ തലവേദന നിങ്ങൾക്കൊരു വലിയ പ്രശ്നമായി ആളുകളുടെ മുന്നിൽ തുണി കെട്ടിവെച്ച് അതൊരു ചിഹ്നമായി കൊണ്ടു നടക്കുമ്പോ നിങ്ങൾ ഓർക്കാറുണ്ടോ ഈ 10-40 കൊല്ലം റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല ചിഹ്നവും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകണമെന്ന്? അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, കുടിക്കാനുള്ള വെള്ളം, ശ്വസിക്കാനുള്ള വായു, ജീവിക്കാനുള്ള സൗകര്യം ഒരു ഓഫീസറുടെ മുന്നിലും വരി നിൽക്കാതെ, ഒരു ഉദ്യോഗസ്ഥന്റെയും കാല് പിടിക്കാതെ, ഓരോ ഓഫീസിലും അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാതെ പടച്ച റബ്ബ് നമുക്ക് സംവിധാനിച്ചതാ അല്ലേ പ്രിയപ്പെട്ടവരെ? ആ റബ്ബിന് ശുക്ർ ചെയ്യുന്നിടത്ത്, ആ റബ്ബിന്റെ കാരുണ്യത്തിന് തിരിച്ചു കൊടുക്കുന്നിടത്ത് പലപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പോലും നമ്മൾ വിസ്മരിക്കുന്നു അല്ലേ? ഈ ശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശ്വാസത്തിൻ്റെ വില നമുക്കറിയില്ല. ഒരപകടത്തിൽപ്പെട്ട് ശ്വാസത്തിന് തടസ്സം സംഭവിച്ച് ഓക്സിജൻ സിലിണ്ടറുകളുടെ പിന്നാലെ ഓടി ആശുപത്രി കിടക്കയിൽ മുകളിൽ ഫാനിന്റെ കറക്കവും പല്ലിയുടെ ചലനങ്ങളും കണ്ട് നിസ്സഹായതയോടുകൂടി എഴുന്നേൽക്കാൻ കഴിയാതെ പ്രതിസന്ധി അനുഭവപ്പെടുന്ന സമയത്ത് ആ ഓക്സിജൻ സിലിണ്ടറിലൂടെ ഒന്ന് ശ്വാസം വലിച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ അൽഹംദുലില്ലാ എന്ന് പറയും ഇല്ലേ? മൂത്രമൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഗൗരവം നമ്മൾ അറിയാറില്ല. മൂത്രത്തിന് തടസ്സം സംഭവിച്ച് നാവികയിലെ വേദന സഹിക്കാൻ കഴിയാതെ
ആ കട്ടിലിൽ കിടന്ന് പ്രയാസപ്പെട്ട് ഒന്നെഴുന്നേൽക്കണമെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ സഹോദരങ്ങളുടെ മക്കളുടെ സഹായം തേടേണ്ടി വരുന്ന ഘട്ടം. ആശുപത്രിയിൽ കൊണ്ടുപോയി ട്യൂബ് ഇട്ടുകൊണ്ട് മൂത്രമങ്ങ് പുറത്തു പോകുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ പറയും അൽഹംദുലില്ലാ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന കാരുണ്യത്തെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കുക? ഈ കുറ്റിപ്പുറത്ത് നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ ആദവനാടെന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തൊരു കൂരയിൽ ഒരു ഉമ്മയും ഒരു 13 വയസ്സുകാരനുമുണ്ട്. ആ 13 വയസ്സ് പ്രായമുള്ള മകൻ 13 കൊല്ലമായി ജീവിച്ചിട്ട് വായിലൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. വയറ്റിലേക്ക് പമ്പിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു. വായിലൂടെ ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലാത്തവർ ജീവിക്കുന്ന ലോകം. അങ്ങനെ എത്ര വാർത്തകൾ. എനിക്കറിയാം ഒരു സഹോദരന് മലമൂത്ര വിസർജനം വായിലൂടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തൊക്കെ പരീക്ഷണങ്ങൾ. എൻ്റെ കോളേജിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി പലപ്പോഴും ക്ലാസ്സിലേക്ക് കടന്നു വരാറുള്ളത് രാവിലെ അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകിയിട്ടാണ്. വൈകുന്നേരം നേരത്തെയും പോകും. പലപ്പോഴും ക്ലാസ്സിൽ വൈകി വരുന്ന സമയത്ത് കുട്ടികൾ അവൻ വരുമ്പോൾ ചിരിക്കും. കാരണം എന്നും നേരം വൈകി വരുന്ന ഒരാള്, എന്നും നേരത്തെ പോകുന്ന ഒരാള് ആളുകളുടെ മുന്നിൽ അവനൊരു കോമാളിയാകും. ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 18 വയസ്സ് പ്രായമുള്ള ഒരു മോൻ, ആ പൊന്നുമോന്റെ ജീവിതം തുടങ്ങുന്നത് 4:30 മണിക്കാ. ഉമ്മയെ ഡൈവേഴ്സ് ചെയ്ത് പാരലൈസ്ഡായി തളർന്നു കിടക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. 4:30 മണി സമയത്ത് അവൻ ന്യൂസ് പേപ്പറുകൾ എടുത്ത് ആ പ്രദേശത്തെ 2000-ഓളം വരുന്ന ന്യൂസ് പേപ്പറുകൾ വ്യത്യസ്ത ബണ്ടിലുകളാക്കി വിതരണം ചെയ്യുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കും. കൂട്ടത്തിൽ 400-ഓളം വരുന്ന പത്രങ്ങൾ അവൻ തന്നെ കൊണ്ടുപോകും. വ്യത്യസ്ത വീടുകളിൽ ചെന്ന് ആ പത്രമിട്ട് തൊട്ടപ്പുറത്തെ ഫാമിൽ ചെന്ന് ആ ഫാമിലെ 20-ലേറെയുള്ള പശുക്കളെ കറന്നുകൊടുത്ത് അവൻ വീട്ടിൽ വന്ന് പ്രിയപ്പെട്ടവരെ ഉമ്മക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത്, ഉമ്മക്ക് ചായയും ഉമ്മയുടെ 9 മണിക്കുള്ള കഞ്ഞിയും കൊടുത്ത് ഉമ്മയെ കുളിപ്പിച്ചതിന് ശേഷം അവൻ കോളേജിൽ എത്തുമ്പോഴേക്ക് 10 മണി കഴിയും. അവൻ നേരത്തെ പോകുന്നത് 3 മണി 3:15 പോകുന്നത് എന്തിനാ? ആ ഉമ്മക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനാ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം വളാഞ്ചേരിയിലെ ടെക്സ്റ്റൈൽസിൽ ചെന്ന് രാത്രി പ്രിയപ്പെട്ടവരെ 12 മണി വരെ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് വീണ്ടും വീട്ടിൽ വന്ന് ഉമ്മക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് 1 മണി 2 മണിയാകുമ്പോൾ കിടന്ന് 4:30 എഴുന്നേൽക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ചിന്തിക്കും നമ്മൾ. അങ്ങനെ എത്ര വാർത്തകൾ. തിരുവനന്തപുരത്ത് RCCയിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ അള്ളാഹിനെ വിളിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ആ അടുക്ക് ചാലുകൾ കടന്നു പോകുന്ന ആ കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന 100 കണക്കിന് ആളുകൾ. അള്ളാഹു നമുക്ക് നൽകിയ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യത്തെ തിരിച്ചറിയുമ്പോൾ നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു ദയയും അലിവും നമ്മൾ തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാൻ, അള്ളാഹു നമ്മളോട് കാരുണ്യം ചെയ്തതുപോലെ മനുഷ്യരിലേക്ക് കാരുണ്യം ചൊരിയാൻ, മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ. പലരും പല പ്രതിസന്ധി, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അവരെ കാണേണ്ടവരും അവരുടെ കൈക്ക് പിടിക്കേണ്ടവരും നമ്മളല്ലേ. ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാമി നിത്യ ചൈതന്യതയുടെ മുന്നിൽ ചെന്ന് ഒരു യാചകനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തോളിലൊരു സഞ്ചിയുണ്ട്, ഒരു എച്ചിൽ പാത്രവും കയ്യിൽ പിടിച്ച് സ്വാമി നിത്യ ചൈതന്യതയുടെ മുന്നിൽ പോയി പാത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നിത്യ ചൈതന്യഗതി തൻ്റെ പോക്കറ്റിൽ നിന്നൊരു 5 രൂപയുടെ കോയിൻ എടുത്ത് ആ പാത്രത്തിലിട്ട് ആ യാചകനെയൊന്ന് കെട്ടിപ്പിടിച്ചെന്നാണ്. ആ യാചകൻ പിന്നീട് പറയുന്നുണ്ട്, അന്നത്തോടെ ഞാൻ യാചന നിർത്തി. എനിക്ക് ഗാന്ധി തലകൾ തന്ന, എനിക്ക് പണം നൽകിയ
ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല. നിങ്ങളുടെ പരിഗണന എൻ്റെ മനസ്സിലൊരു മാറ്റം സൃഷ്ടിക്കുന്നു. ആരാരും പരിഗണിക്കാത്ത മണ്ണിൽ പുരണ്ടുപോയ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹ് പരിഗണിച്ചതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം.